നിങ്ങളിപ്പം എത്തി നിൽക്കുന്നത് നമ്മുടെ ഓറിയന്റേഷന്റെ 4th സെഷനിലാണ്. കഴിഞ്ഞ സെഷൻസ് എല്ലാം മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് MSc മാത്തമാറ്റിക്സിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇന്നത്തേതെന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസ് എന്താണ്, നമ്മുടെ സബ്ജക്ട്സ് എന്തൊക്കെയാണ്, എക്സാം പാറ്റേൺ അല്ലെങ്കിൽ അസൈൻമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഇന്നത്തേതെന്ന് പറയുന്നത്. ഈ ഒരു സെഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ഓഫ് MSc മാത്തമാറ്റിക്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത്. സോ നമ്മുടെ ഓരോ സബ്ജക്ട്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു സെഷന്റെ ഒരു എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിൽ വരുന്ന നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത് എന്നുള്ളതും അതിന്റെ മെറ്റീരിയൽസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സിലബസ് നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളൊരു അസൈൻമെന്റ്സ് അല്ലെങ്കിൽ എക്സാംസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി സ്ലോട്ട്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്ലിയർ ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സപ്പോർട്ട് ആയിട്ടുള്ള, അതായത് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് സപ്പോർട്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സെഷൻസിലും നിങ്ങൾ ചെയ്തു വന്നിരുന്ന ഒരു ആക്ഷൻ ടാസ്കും നമുക്ക് ഈ ഒരു സെഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ മെയിൻലി നമ്മുടെ പ്രോഗ്രാം എന്താണെന്നുള്ളതും, അത് നിങ്ങളിപ്പോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് MSc മാത്തമാറ്റിക്സിലെ ലേണേഴ്സ് ആണ്. സോ അതിന്റെ എത്ര സെമസ്റ്റേഴ്സ് ആയിട്ട് വരുന്നു എന്നുള്ളതിനെ കുറിച്ചും, അതിന്റെ കോഴ്സസ് എന്തൊക്കെയാണ്, അതിന്റെ കോഴ്സ് ടൈറ്റിൽ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, എത്ര ബ്ലോക്സുകളാണ്, അല്ലെങ്കിൽ ആ ഒരു അതിനേക്ക് നമ്മൾ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ഓൾറെഡി ഇത് മനസ്സിലാക്കിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒരു ക്വിക്ക് പൾസ് അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻലി ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ എന്നുള്ളത്, അല്ലെ? അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ എങ്ങനെയായിരിക്കും ഈസിലി നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ പറയുന്നുണ്ടാവും. സ്ട്രോങ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ഇയർ ആണ് നമ്മുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് ഇയറിലെ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. എന്റെ പേര് ദുർഗ എന്നാണ്. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. എന്നോടൊപ്പം നിങ്ങളുടെ MSc മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മാധവി മാം, അതുപോലെ തന്നെ ശംഷീറ മാം, ആൻഡ് ഓൾസോ നമ്മുടെ കൂടെ സുനീറ മാം, എല്ലാവരും ഇവിടെ ജോയിൻഡ് ആണ്. സോ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ നമ്മുടെ ശംഷീറ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. സോ മാം പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ഡീകോഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പേഴ്സ് പഠിക്കാനുണ്ട്, ഫസ്റ്റ് സെം സെക്കൻഡ് സെമ്മിൽ ഏതൊക്കെ പേപ്പേഴ്സ് ഉണ്ട്, അതിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ പേപ്പേഴ്സിന് പറയുമ്പോൾ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് വരുന്നത് മെയിൻലി 5 പേപ്പേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, ലീനിയർ ഓൾജിബ്ര, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ്. ഇതിൽ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സിനും ഡിഫറൻഷ്യൽ ഇക്വേഷനും നിങ്ങൾക്ക് ലാബ് വരുന്നുണ്ട്. സെക്കൻഡ് സെമ്മിലോട്ട് വരുമ്പോൾ ഓൾജിബ്ര, ഫങ്ഷണൽ അനാലിസിസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് ലാബ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് തേർഡ് സെമ്മിലോട്ട് പോവാം. തേർഡ് സെമ്മിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ്, ഗ്രാഫ് തിയറി, ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ്, പാറ്റേൺ റെക്കഗ്നീഷൻ ആൻഡ് ഇമേജ് പ്രോസസിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഇതിൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ് അതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്തത്, ബാക്കി പേപ്പേഴ്സിനൊക്കെ പ്രാക്ടിക്കൽ ഉണ്ട്. ഫോർത്ത് സെമ്മിലോട്ട് വരുമ്പോൾ കോഡിംഗ് തിയറി, ക്രിപ്റ്റോഗ്രഫി, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഒരു പ്രൊജക്ട്. സോ പ്രൊജക്ട് അല്ലാതെ ബാക്കി എല്ലാ പേപ്പേഴ്സിനും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ മാം പറഞ്ഞതുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയർ ആണ്. നമുക്ക് നമ്മുടെ ഫോർത്ത് സെമ്മും ഇവിടെ എല്ലാ കോഴ്സും ഇലാബറേറ്റ് ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ സെഷൻ വല്ലാണ്ട് ലെങ്തി ആയി പോകും. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നിങ്ങൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് ഫോക്കസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് പേപ്പർ MMT 001 പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിന് പ്രോഗ്രാമിംഗിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഗൈഡിൽ തന്നെ പറയുന്നുണ്ട്, പ്രോഗ്രാമിംഗിൽ ഒരു ബേസിക് നോളജ് ഇല്ലാത്ത ഒരാൾക്കും ഈ കോഴ്സ് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പേപ്പറിൽ മെയിൻലി 4 ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് 2 ബ്ലോക്സ് ഫോക്കസ് ചെയ്യുന്ന C പ്രോഗ്രാമിങ്ങിനെയാണ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിലെ ബാക്കി പ്രോപ്പർട്ടീസും. സോ ഫസ്റ്റ് ബ്ലോക്ക് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിൽ യൂണിറ്റ് 1 ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. യൂണിറ്റ് 2 ഡാറ്റ ടൈപ്സ് ഇൻ C. യൂണിറ്റ് 3
Operators and expressions in C. Unit 4, decision structures in C. Unit 5, control structures 1. ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ബ്ലോക്ക് 2 വരുന്നത്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് 2 അതന്നെയാണ് യൂണിറ്റ് 6 വരുന്നത്. യൂണിറ്റ് 7 പോയിന്റേഴ്സ് ആൻഡ് അറേസ്. യൂണിറ്റ് 8 ഫങ്ഷൻസ്. യൂണിറ്റ് 9 ഫങ്ഷൻസ് 2 കണ്ടിന്യൂവേഷൻ ആണ്. യൂണിറ്റ് 10 ഫയൽസ് ആൻഡ് സ്ട്രക്സ്, യൂണിറ്റ്സ് ആൻഡ് ബിറ്റ് ഫീൽഡ്സ്. സോ ഇത് രണ്ടും സി പ്രോഗ്രാമിങ്ങിനാണ് നമുക്ക് കംപ്ലീറ്റ് പറയുന്നത്. സോ തേർഡ് ബ്ലോക്ക് പറയുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ആസ് യൂഷ്വൽ യൂണിറ്റ് 11 ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചേഴ്സ്. യൂണിറ്റ് 12 ലിസ്റ്റസ്. യൂണിറ്റ് 13 സ്റ്റാക്സ് ആൻഡ് ക്യൂസ്. യൂണിറ്റ് 14 ട്രീസ്. യൂണിറ്റ് 15 ഫയൽസ്. സോ ഇനി നമുക്ക് ഫോർത്ത് ബ്ലോക്കിലോട്ട് പോവാം. ഇത് നിങ്ങളുടെ പ്രാക്ടിക്കലിനുള്ള ലബോറട്ടറി മാനുവൽ ആണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആണ് ഫസ്റ്റ് യൂണിറ്റ്. അത് കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, ലിസ്റ്റ് ഓഫ് പ്രാക്ടിക്കൽ സെഷൻ. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടെന്ന് പറഞ്ഞു അതിനുള്ള ഒരു മാനുവൽ പോലെയാണ് ഈ ബ്ലോക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ സെക്കൻഡ് പേപ്പർ MMT 002 ലീനിയർ ഓൾജിബ്ര. സോ ലീനിയർ ഓൾജിബ്ര നമ്മൾ BSc നമ്മൾ ഒരു പേപ്പർ ആയിട്ട് ലീനിയർ ഓൾജിബ്ര പഠിക്കുന്നുണ്ടാവും. ഒരു സിംഗിൾ പേപ്പർ. ഇതിൽ നമുക്ക് അതിന്റെ ഒരു ഇലാബറേഷൻ ആണ് പഠിക്കുന്നത്. ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്. സിമിലാരിറ്റി, ജോർദാൻ ഫോം, ഇതിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ലീനിയർ ഓൾജിബ്രയിലേക്ക് വരുമ്പം അതിൽ 2 ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് 1 ജോർദാൻ കാനോനിക്കൽ ഫോം. അതിൽ യൂണിറ്റ് 1 സിമിലാരിറ്റി, യൂണിറ്റ് 2 ജോർദാൻ ഫോം, യൂണിറ്റ് 3 ആപ്ലിക്കേഷൻസ് ഓഫ് ജോർദാൻ ഫോം. സോ ഈ ബ്ലോക്കിൽ മെയിൻലി പറയുന്നത് എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് സിമിലർ ആവുന്നത്, സിമിലർ ആയി കഴിഞ്ഞാൽ അവർക്ക് കോമൺലി വരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. സോ നമുക്കറിയാം സിമിലാരിറ്റി നമ്മൾ അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള മെട്രിക്സും നമ്മൾ മെയിൻലി സിമ്പിൾ ആയിട്ട് കാണുന്ന ഐഡന്റിറ്റി പോലുള്ള മെട്രിക്സ് ഒക്കെ ഇത് രണ്ടും സിമിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് ഈ സിമ്പിൾ ആയിട്ടുള്ള മെട്രിക്സ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. സോ അതൊക്കെയാണ് സിമിലാരിറ്റിയുടെ മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത്. അതുപോലെ തന്നെയാണ് ജോർദാൻ ഫോം ഒരു മെട്രിക്സിന്റെ ഈ ബ്ലോക്കിൽ വരുന്നത്. ബ്ലോക്ക് 2 പറയുന്ന സെയിംലി യൂണിറ്ററി സിമിലാരിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പോസിറ്റീവ് ഡെഫിനിറ്റ്നസ് എങ്ങനെയാണ് ഒരു മെട്രിക്സിന് നമ്മൾ പോസിറ്റീവ് ഡെഫിനിറ്റ്, നെഗറ്റീവ് ഡെഫിനിറ്റ് അതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ഡിസ്കഷൻ ആണ്. യൂണിറ്റ് 6 മെട്രിക്സ് ഡീകമ്പോസിഷൻസ്. അതിൽ നമ്മൾ ഡീകമ്പോസിഷൻസിന്റെ വേരിയസ് കേസാണ് പഠിക്കുന്നത്. സോ നമ്മുടെ തേർഡ് പേപ്പർ MMT 004 റിയൽ അനാലിസിസ്. സോ ഇതിൽ നമുക്ക് ടോട്ടലി 3 ബ്ലോക്സ് ഉണ്ട്. ഓരോ ബ്ലോക്കും ഓരോ സ്പേസിനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് മെട്രിക് സ്പേസ് ആണ്. മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് അതിൽ മെട്രിക് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യും. സോ അതൊരു സ്പേസ് ആവും. ആ സ്പേസിൽ നമ്മൾ യൂഷ്വലി നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഗ്രിക്ക് റിയൽ അനാലിസിസിന്റെ ബേസിൽ പഠിച്ചിട്ടുണ്ടാവും. കൺവെർജൻസ്, കോമ്പാക്ട്നെസ് അതൊക്കെ നമ്മൾ ഈ സ്പേസിലും ഡിഫൈൻ ചെയ്യും. ഈ കണക്റ്റഡ്നെസ്, കോമ്പാക്ട്നെസ് ഒക്കെ ഈ മെട്രിക് സ്പേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. സോ അതിന്റെ ഒരു ഐഡിയ ആണ് ഈ ബ്ലോക്കിൽ വരുന്നത്. സോ അതിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു മെട്രിക് സ്പേസസ്, യൂണിറ്റ് 2 കൺവെർജൻസ്, യൂണിറ്റ് 3 കോമ്പാക്ട്നെസ് ആൻഡ് യൂണിറ്റ് 4 കണക്റ്റഡ്നെസ്. സോ ഇനി ബ്ലോക്ക് 2 നമ്മൾ ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് മെട്രിക് സ്പേസ് ആണ്. സോ ബ്ലോക്ക് 2 നമ്മൾ പറയാൻ പോകുന്നത് യൂക്ലിഡിയൻ സ്പേസ് ആണ്, R⁻n. സോ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് കാൽക്കുലസ് ഇൻ R⁻n. അതിൽ യൂണിറ്റ് 5 ഡെറിവേറ്റീവ്സ് ഇൻ R⁻n, യൂണിറ്റ് 6 ഇംപ്ലിസിറ്റ് ആൻഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം, യൂണിറ്റ് 7 മാക്സിമ ആൻഡ് മിനിമ. നമ്മൾ ബ്ലോക്ക് 1 മെട്രിക് സ്പേസിൽ ഈ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തതുപോലെ ബ്ലോക്ക് 2 നമ്മൾ R⁻n ഈ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഡെറിവേറ്റീവ്സ്, പിന്നെ ഇംപ്ലിസിറ്റ് ആൻഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം യൂക്ലിഡിയൻ സ്പേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം ആണ്. ഇനി ബ്ലോക്ക് 3 നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മെഷർ ആണ്. മെഷർ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഡിഗ്രിയിലൊക്കെ നമ്മൾ റീമാൻ ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ പലരും. റീമാൻ ഇന്റഗ്രേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ, ഒരു ഇന്റർവെല്ലിൽ നമ്മൾ ഒരു ഇന്റർവെൽ എടുക്കും, അതിനെ പാർട്ടീഷൻ ചെയ്യും ടു സബ് ഇന്റർവെൽസ്, എന്നിട്ട് നമ്മൾ ഒരു ഇന്റർവെൽ ഡിഫൈൻ ചെയ്യും. ലെബേക്ക് മെഷർ എന്ന് പറയുന്നത്, ലെബേക്ക് മെഷർ എന്നാണ് കംപ്ലീറ്റ്. ലെബേക്ക് മെഷർ എന്ന് പറയുന്നത് നമ്മൾ പാർട്ടീഷൻ ചെയ്യും ടു സെറ്റ്സ് ആയിട്ട്, എന്നിട്ട് നമ്മൾ ഇന്റർവെൽ ഡിഫൈൻ ചെയ്യും. അതാണ് മെഷർ ആൻഡ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ബ്ലോക്കിൽ പറയുന്നത്. സോ അതിലും നമ്മൾ അതിന്റെ ബേസിക്സ് മുതൽ പഠിക്കും. യൂണിറ്റ് 8 എന്ന് പറയുന്ന ലെബേക്ക് മെഷർ, യൂണിറ്റ് 9 ലെബേക്ക് ഇന്റഗ്രൽ, യൂണിറ്റ് 10 ഫോറിയർ സീരീസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം, യൂണിറ്റ് 11 സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് പേപ്പർ MMT 005 കോംപ്ലക്സ് അനാലിസിസ്. സോ കോംപ്ലക്സിലോട്ട് വരുമ്പം കോംപ്ലക്സ് നമുക്കറിയാം, നമ്മൾ റിയലിൽ ഡിഫൈൻ ചെയ്യുന്നത് പോലെ ഒരു സിംഗിൾ നമുക്ക് ഡൊമൈൻ ആയിട്ടല്ല വരുന്നത്, ഒരു റിയൽ ലൈൻ പോലെയല്ല വരുന്നത്. കോംപ്ലക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു 2 ഡയമെൻഷണൽ സ്പേസ്, റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഉണ്ട് അതിന്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെല്ലാം ഒരു റീജിയനിലാണ്, ഒരു കർവ് പോലെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നോർമലി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ നമുക്ക് കോംപ്ലക്സിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതിൽ ഇന്റഗ്രേഷനും അതിലെ എല്ലാം അനാലിറ്റിസിറ്റിയും എല്ലാം വേറെ കേസാണ്. റിയലിന്റെ പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ
കോംപ്ലക്സിന്റെ കേസിലോട്ട് വരുമ്പോൾ നമുക്ക് ബ്ലോക്ക് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അനാലിറ്റിക് ഫംഗ്ഷൻസ്. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആവുന്നത്? യൂണിറ്റ് 1 കോംപ്ലക്സ് ഫംഗ്ഷൻസ്, അതിൽ യൂണിറ്റ് 2 അനാലിറ്റിക് ഫംഗ്ഷൻസ്, യൂണിറ്റ് 3 എലിമെന്ററി ഫംഗ്ഷൻസ്, യൂണിറ്റ് 4 and 5 കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ്. യൂണിറ്റ് 6 പവർ സീരീസ്. സോ എലിമെന്ററി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിയലിൽ പഠിക്കുന്ന നോർമൽ ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. എങ്ങനെയാണത്? ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസ്, റാഷണൽ ഫംഗ്ഷൻസ്, അതൊക്കെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓവർ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് കോംപ്ലക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെയാണ് കോംപ്ലക്സിൽ നമ്മൾ ഇന്റഗ്രലി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് പറയുന്നത്. ഇനി യൂണിറ്റ് 6 പവർ സീരീസ്. സോ അതായത് ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആവുകയാണെങ്കിൽ അതിനൊരു സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയാണ്. ഇനി ബ്ലോക്ക് 2 ആപ്ലിക്കേഷൻസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻസ്. അതിൽ യൂണിറ്റ് 7 റെസിഡ്യൂസ് ആൻഡ് പോൾസ്, യൂണിറ്റ് 8 applications of residue, unit 9 conformal mapping, unit 10 applications of harmonic functions and conformal mapping of physical problems. Residues and poles. Poles എന്ന് പറയുന്നത് നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷൻ പഠിക്കും. അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് എന്താന്ന് പഠിക്കും. അതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് പോൾസ്. നിങ്ങൾ ബേസിക്കലി ഡിഗ്രിക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. പോൾസ്, റെസിഡ്യൂസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. സോ പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് റെസിഡ്യൂ വരുന്നുണ്ട്. കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു മാപ്പിംഗ് ആണ്. അതിന്റെ ആംഗിളും ഓറിയന്റേഷനും പ്രിസർവ് ചെയ്യുന്ന ഒരു മാപ്പിംഗ് ആണ്. സോ കൺഫോമൽ മാപ്പിംഗ് പഠിക്കുന്നുണ്ട്, ഹാർമോണിക് ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട്. ഫിസിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ കൺഫോമൽ മാപ്പിംഗിൽ ഫിസിക്സിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് പ്രോബ്ലം എന്ന് പറയുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ MMT 007 നമ്മുടെ ഫസ്റ്റ് സെമ്മിലെ ലാസ്റ്റ് പേപ്പർ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ്. സോ ഇതില് ബ്ലോക്ക് 1 പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ യൂണിറ്റ് 1 ഫസ്റ്റ് ആൻഡ് ഹയർ ഓർഡർ ഇക്വേഷൻസ്, യൂണിറ്റ് 2 പവർ സീരീസ് സൊല്യൂഷൻസ്, യൂണിറ്റ് 3 ലെജൻഡറി ഹെർമൈറ്റ് ആൻഡ് ലോഗ്രേറ്റ് പോളിനോമിയൽസ്, യൂണിറ്റ് 4 ബീസൽ ഫംഗ്ഷൻ, യൂണിറ്റ് 5 ഗ്രീൻസ് ഫംഗ്ഷൻ മെത്തേഡ്. ബ്ലോക്ക് 2 പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അതിൽ യൂണിറ്റ് 6 ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ്, യൂണിറ്റ് 7 ഫോറിയർ ട്രാൻസ്ഫോം മെത്തേഡ്. സോ ഈ ഫസ്റ്റ് 2 ബ്ലോക്കും ഫോക്കസ് ചെയ്തത് അനാലിറ്റിക്കലി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ജനറലി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക, ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 ഫോക്കസ് ചെയ്യുന്നത് ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്. 2 ബ്ലോക്കും അനാലിറ്റിക്കലി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് 3ഉം 4ഉം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കലി എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതാണ്. അതിന്റെ കുറെ മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 3 ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അതിൽ യൂണിറ്റ് 8 സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ്സ് ഓഫ് സോൾവിംഗ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്, യൂണിറ്റ് 9 മൾട്ടി സ്റ്റെപ്പ് ആൻഡ് പ്രഡിക്റ്റർ കറക്റ്റർ മെത്തേഡ്സ് ഫോർ സോൾവിംഗ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്, യൂണിറ്റ് 10 സെക്കൻഡ് ഓർഡർ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്. ബ്ലോക്ക് 4 ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അതിൽ യൂണിറ്റ് 11 ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്, യൂണിറ്റ് 12 ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്സ്. സോ ന്യൂമറിക്കലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഈ 2 ബ്ലോക്കിലും പറയുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സെമ്മിലോട്ട് പോവാം. ഫസ്റ്റ് സെം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ സെക്കൻഡ് സെമ്മിലെ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സെമ്മിൽ നമ്മുടെ ഫസ്റ്റ് പേപ്പർ MMT 003 ഓൾജിബ്ര. ഓൾജിബ്രയിൽ നമ്മൾ ഡിഗ്രിക്ക് ബേസിക്സ് ഒരു പേപ്പറായിട്ട് പഠിക്കുന്നതാണ്. സോ ഓൾജിബ്രയിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി 4 ബ്ലോക്സ് ആണ്. ഫസ്റ്റ് ബ്ലോക്ക് അതുപോലെ സെക്കൻഡ് ബ്ലോക്ക് ഫോക്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ്സിനെയാണ്. ഒരു സെറ്റ്, അതിലൊരു നമ്മൾ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു, എപ്പോഴാണ് അതൊരു ഗ്രൂപ്പ് ആവുന്നത്, എപ്പോഴാണ് സെമി ഗ്രൂപ്പ് ആവുന്നത്, ഒരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്കുണ്ട്, അതിനൊരു ഡിസ്കഷൻ ആണ് വരുന്നത്. സോ ബ്ലോക്ക് 1 ഗ്രൂപ്പ് തിയറി. അതിൽ യൂണിറ്റ് 1 ബേസിക് ഗ്രൂപ്പ് തിയറി റിവ്യൂ, ഒരു ഇൻട്രൊഡക്ഷൻ. യൂണിറ്റ് 2 വരുന്നത് ഗ്രൂപ്പ് ആക്ഷൻസ്. യൂണിറ്റ് 3 സൈലോ തിയറംസ്. സൈലോ തിയറംസ് ഗ്രൂപ്പ് തിയറിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് തിയറമാണ്. ബ്ലോക്ക് 2 സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സെമി ഗ്രൂപ്പ്സ്. അതിൽ യൂണിറ്റ് 4 മെട്രിക്സ് ഗ്രൂപ്പ്സ്, യൂണിറ്റ് 5 അബീലിയൻ ഗ്രൂപ്പ്സ്, യൂണിറ്റ് 6 ഗ്രൂപ്പ് പ്രസന്റേഷൻസ്, യൂണിറ്റ് 7 ആപ്ലിക്കേഷൻ ഓഫ് സെമി ഗ്രൂപ്പ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യും, ഗ്രൂപ്പിലെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യും. അതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് അബീലിയൻ ഗ്രൂപ്പ്സ്, മെട്രിക്സ് ഗ്രൂപ്പ് ഒക്കെ. ഓക്കെ, സോ നമ്മുടെ തേർഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ റിംഗ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് 2 ബ്ലോക്കിൽ ഗ്രൂപ്പ് ആണ് ഡിസ്കസ് ചെയ്തത്. തേർഡ് ബ്ലോക്ക് വരുന്നത് റിംഗിന്റെ ഡിസ്കഷൻ ആണ്. സോ ആസ് യൂഷ്വൽ യൂണിറ്റ് 8 ബേസിക് റിംഗ് തിയറി ആണ്, ഇൻട്രൊഡക്ഷൻ ആണ്. യൂണിറ്റ് 9 സ്പെഷ്യൽ ഇന്റഗ്രൽ ഡൊമൈൻസ്. യൂണിറ്റ് 10 കോൺഗ്രുവൻസസ്. നമ്മൾ റിംഗ് ഡിഫൈൻ ചെയ്യും. റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞത് ഒരു സെറ്റ്, അതിലൊരു ഓപ്പറേഷൻ ആണ്. റിംഗ് എന്ന് പറയുമ്പോൾ 2 ഓപ്പറേഷൻ വരും. സോ എങ്ങനെയാണ് ഒരു സെറ്റിൽ നമുക്ക് റിംഗ് ആവുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 4 ഫീൽഡ് തിയറി. റിംഗിന്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് ഫീൽഡ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് റിംഗ് ഫീൽഡ് ആവുന്നത്, അതിന്റെ ഒരു ഡിസ്കഷൻ ആണ്. അതിൽ യൂണിറ്റ് 11
An Introduction to Field Theory. Unit 12, Splitting Fields, Finite and Infinite. Unit 13, Gateways to Galois Theory. Unit 14, Fundamental Theorem of Galois Theory. Galois Theory നമ്മൾ സൈലോ തിയറം പറഞ്ഞതുപോലെ ആൾജിബ്രയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറമാണ്. So moving to next paper. MMT 006, Functional Analysis. സോ നമ്മുടെ പി ജി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷണൽ മേ ബി ഒരു ന്യൂ പേപ്പർ ആയിരിക്കും. നമ്മൾ ഡിഗ്രിക്ക് അങ്ങനെ ബേസിക് ആയിട്ട് പഠിക്കുന്നില്ല. ഫംഗ്ഷണൽ എന്താണെന്ന് അറിയുമായിരിക്കും. ഫംഗ്ഷണൽ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ഫ്രം വെക്ടർ സ്പേസ് ടു എ ഫീൽഡ്. അതിനാണ് ഫംഗ്ഷണൽ എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ ഒരു സ്പേസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫംഗ്ഷണൽസിന്റെ ഒരു സ്പേസ്. സോ അതില് ബ്ലോക്ക് 1 പറയുന്നത് നോർമൽ ലീനിയർ സ്പേസസ്. നമ്മൾ ആദ്യം മെട്രിക് ഡിഫൈൻ ചെയ്തതുപോലെ നോം ഡിഫൈൻ ചെയ്യും. ഈ നോം വരുന്ന ഒരു സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്യും. അതിനാണ് നോർമൽ ലീനിയർ സ്പേസ് എന്ന് പറയുന്നത്. സോ ഇനി യൂണിറ്റ് 1, ഇന്നർ പ്രൊഡക്ട്സ് ആൻഡ് നോംസ്. യൂണിറ്റ് 2, കണ്ടിന്യൂസ് ലീനിയർ മാപ്സ് ആൻഡ് ഫംഗ്ഷണൽസ്. യൂണിറ്റ് 3, ഹാൻ ബനാക് തിയറംസ്. നോർമൽ സ്പേസിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം ആണ്. സോ ബ്ലോക്ക് 2, ബനാക് സ്പേസസ്. അതിൽ യൂണിറ്റ് 4, കംപ്ലീറ്റ്നെസ്, എങ്ങനെയാണ് ഒരു സ്പേസ് കംപ്ലീറ്റ് ആവുന്നത്. യൂണിറ്റ് 5, യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. യൂണിറ്റ് 6, ഓപ്പൺ മാപ്പിംഗ് തിയറം ആൻഡ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം ആണ്. യൂണിറ്റ് 7, ഡുവൽ സ്പേസസ്, എങ്ങനെയാണ് ഒരു സ്പേസ് ഡുവൽ സ്പേസ് ആവുന്നതെന്നുള്ള ഡിസ്കഷൻ ആണ്. ബ്ലോക്ക് 3, ഹിൽബർട്ട് സ്പേസസ്. അതിൽ യൂണിറ്റ് 8, ജോമെട്രി ഓഫ് ഹിൽബർട്ട് സ്പേസസ്. യൂണിറ്റ് 9, ഓർത്തോനോർമൽ സെറ്റ്സ്. യൂണിറ്റ് 10, ഓപ്പറേറ്റേഴ്സ് ഓൺ ഹിൽബർട്ട് സ്പേസസ്. ബ്ലോക്ക് 4, സ്പെക്ട്രൽ തിയറി ഓഫ് ഓപ്പറേറ്റേഴ്സ് ഓൺ ഹിൽബർട്ട് സ്പേസസ്. അതിൽ യൂണിറ്റ് 11, കോമ്പാക്ട് ഓപ്പറേറ്റേഴ്സ്. യൂണിറ്റ് 12, സ്പെക്ട്രൽ തിയറി ഓഫ് കോമ്പാക്ട് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ അഡ്ജോയിന്റ് ഒരു ഓപ്പറേറ്റർ എങ്ങനെയാണ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആവുന്നത്, സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആവുന്നതൊക്കെ ഡിസ്കസ് ചെയ്യും. സ്പെക്ട്രൽ തിയറി ഡിസ്കസ് ചെയ്യും ഈ ബ്ലോക്കിൽ. സോ മൂവിംഗ് ടു നമ്മുടെ നെക്സ്റ്റ് പേപ്പർ, MMT 008, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ മെയിൻലി ഇതിൽ 8 ബ്ലോക്ക് വരുന്നുണ്ട്. സോ ഫസ്റ്റ് 4 ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിന്റെ തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. സോ ബ്ലോക്ക് 1, മാർക്കോവ് ചെയിൻസ്. അതിൽ യൂണിറ്റ് 1, കണ്ടീഷണൽ പ്രോബബിലിറ്റി. Unit 2, the basics of Markov chains. Unit 3, stationary Markov chains. Block 2, Markov processes with countable states. അതിൽ യൂണിറ്റ് 4, branching processes. യൂണിറ്റ് 5ഉം 6ഉം കണ്ടിന്യൂസ് ടൈം മാർക്കോവ് പ്രോസസ് ആണ്. ഒരു 1 and 2 രണ്ട് യൂണിറ്റിലും. ബ്ലോക്ക് 3, റിന്യൂവൽ പ്രോസസ് ആണ്. സോ യൂണിറ്റ് 7, റിന്യൂവൽ പ്രോസസ് 1. യൂണിറ്റ് 8, റിന്യൂവൽ പ്രോസസ് 2. യൂണിറ്റ് 9, റിന്യൂവൽ പ്രോസസ് 3. യൂണിറ്റ് 10, റിന്യൂവൽ പ്രോസസ് 4. ബ്ലോക്ക് 4ലോട്ട് ക്യൂവിംഗ് തിയറി ഡിസ്കഷൻ ആണ്. യൂണിറ്റ് 11, അതിൽ പോയിസൺ ക്യൂസ്. യൂണിറ്റ് 12, നോൺ പോയിസൺ ക്യൂസ്. യൂണിറ്റ് 13, നെറ്റ്വർക്ക് ഓഫ് ക്യൂസ്. ഇനി ബ്ലോക്ക് 5, 6, 7, 8 ഇതിൽ നമുക്ക് ഒരു മൾട്ടിവേരിയേറ്റ് അനാലിസിസ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രാക്ടിക്കലിന് ആവശ്യമായിട്ടുള്ള നോട്ട്സും വരുന്നുണ്ട്. സോ ബ്ലോക്ക് 5, ബേസിക്സ് ഓഫ് മൾട്ടിവേരിയേറ്റ് നോർമൽ. അതിൽ യൂണിറ്റ് 14, സം ലീനിയർ ഓൾജിബ്ര. Unit 15, definition and properties of MVN 1. Unit 16, definition and properties of MVN 2. Block 6, distributions associated with MVN. Unit 17, distributions of correlation coefficients. Unit 18, orthogonal transformations. Unit 19, inference 1. Unit 20, inference 2. നമ്മുടെ lab related ആയിട്ടുള്ളതാണ്. So MMT 008, probability and statistics. Block 7, applications of MVN. Unit 21, inference 3. Unit 22, inference 4. Unit 23, applications of MVN. Block 8 വരുന്നത് additional applications of MVN. Unit 24 principal component analysis. Unit 25, factor analysis. Unit 26, canonical correlation analysis. Unit 27, conjoint analysis. So 8 blocks ഉണ്ട്. നമുക്ക് ഒരുപാട് തിയറി ഒന്നും ഫോക്കസ് ചെയ്യാനില്ല. നമ്മൾ ബേസിക്കലി നമ്മുടെ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ഒക്കെ ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതാണ്. സോ അതിന്റെ ഒരു ഇലാബറേറ്റ് കേസ് തന്നെ ഉള്ളൂ, ഒരുപാട് ടഫ് ആയിട്ടുള്ള തിയറീസ് ഒന്നുമില്ല. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ്സിനെ കുറിച്ചാണ്. സോ നമ്മുടെ ഒരു കോഴ്സിൽ അസൈൻമെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ ടെർമിനൽ എൻഡ് എക്സാമിനേഷൻ എഴുതുന്ന പോലെ തന്നെ അസൈൻമെന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പേപ്പറിനും നമുക്ക് അസൈൻമെന്റ് വരുന്നുണ്ട്. അതായത് പേപ്പറിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അസൈൻമെന്റിന്റെ ഒരു പ്രോപ്പർട്ടീസ് നമ്മൾ ഇപ്പം ചെറിയ ക്ലാസ്സിൽ നമ്മൾ അസൈൻമെന്റ് ചെയ്യാറുണ്ട്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് എഴുതുന്നത്. അതല്ല നമ്മൾ ഇവിടുത്തെ അസൈൻമെന്റ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, അതിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടാവും, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ക്വസ്റ്റ്യൻസ് വരും, അതിന്റെ ആൻസേഴ്സ് നമ്മൾ എഴുതാം. റിട്ടേൺ കോപ്പി ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ
പ്രാക്ടിക്കൽ ആയാലും അസൈൻമെന്റ് ആയാലും നമ്മൾ ചെയ്യേണ്ട സ്റ്റഡി സെന്ററിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് ലാബിന്റെ കാര്യങ്ങളായാലും സ്റ്റഡി സെന്റർ ആണ് ഡീൽ ചെയ്യുന്നത്, നമ്മളല്ല. അവരാണ് നിങ്ങൾക്ക് ഇത് ടൈം അലോട്ട് ചെയ്ത് തരുന്നതും അവരാണ് ഇത് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ. സോ നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് സ്റ്റഡി സെന്ററിൽ പോയി സബ്മിറ്റ് ചെയ്യുക. അവിടെ നിങ്ങളുടെ അക്കാദമിക് കൗൺസിലേഴ്സ് ഉണ്ടാവും, അവർ നിങ്ങളത് കറക്റ്റ് ചെയ്ത് തരും. സോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഒരു കോപ്പി വെക്കാം. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അല്ലാത്തൊരു കോപ്പി നമ്മൾ കീപ്പ് ചെയ്യാം, നമുക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ട്. അതല്ലാതെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ലിപ്പ് തരും, അവരുടെ കയ്യിൽ ഒരു സ്ലിപ്പ് ഉണ്ടാവും, നമുക്ക് കീപ്പ് ചെയ്യാനൊരു സ്ലിപ്പും തരും സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ഓരോ പേപ്പറിൽ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് ആ പേപ്പറിന്റെ എക്സാം എഴുതാൻ കഴിയുള്ളൂ. സോ ഏറ്റവും നല്ലത് നമ്മൾ ഇപ്പം നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡിസംബറിലായിരിക്കും ഫസ്റ്റ് സെം എക്സാം വരുന്നുണ്ടാവാം. അപ്പോൾ ഒരു സെപ്റ്റംബർ ആകുമ്പോഴേക്കും അസൈൻമെന്റ് സബ്മിഷൻ വരും. അപ്പൊ മാക്സിമം ആ പേപ്പറിന്റെ ഫസ്റ്റ് സെമ്മിലെ പേപ്പേഴ്സ് ഒക്കെ അസൈൻമെന്റ് അപ്പോഴേ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. എന്നാൽ നമുക്ക് എക്സാംസ് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഏത് പേപ്പേഴ്സ് ആണെന്ന് വെച്ചാൽ എഴുതാം. അസൈൻമെന്റ് പെൻഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് സൈക്കിളിൽ നമ്മൾ ഇതേ അസൈൻമെന്റ് അല്ല, നെക്സ്റ്റ് സൈക്കിളിൽ ജൂണിൽ റിലീസ് ചെയ്യുന്ന അസൈൻമെന്റ് ഏതാണ് അതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് വേറെ ആയിരിക്കും. സോ മാക്സിമം അസൈൻമെന്റ് സെമ്മിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ നോക്കുക. ഓക്കെ, ഇനി ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ എല്ലാ വർഷവും ജൂൺ ആൻഡ് ഡിസംബറിലാണ് ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുന്നത്. സോ നമ്മൾ എക്സാമിന് സെപ്പറേറ്റ് അപ്ലൈ ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നമ്മൾ 31 മാർച്ച് ഫോർ ജൂൺ എക്സാം ആൻഡ് 30 സെപ്റ്റംബർ ഫോർ ഡിസംബർ എക്സാം, ഇതാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഡേറ്റ്. സോ ഈ നമ്മുടെ നോർമൽ ടേം ആൻഡ് എക്സാമിനേഷൻ അല്ലാതെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാംസും വരുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റഡി സെന്റേഴ്സ് ആണ്. വൈവ വോസും ഉണ്ടാവും. സോ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ കാര്യം പറയുമ്പോൾ PG സ്റ്റുഡൻസിന് മിനിമം 40% അക്വയർ ചെയ്താലേ നമുക്ക് ആ പേപ്പറിൽ പാസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 40% ബിലോ ആണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ അതിന് എക്സാം എഴുതേണ്ടി വരും. സോ പറഞ്ഞതുപോലെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനും നമ്മുടെ കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് വെച്ചാൽ അസൈൻമെന്റും ആണ്. 30% അസൈൻമെന്റിനും 70% ടേം ആൻഡ് എക്സാമിനേഷനും ആണ് നോർമലി വരുന്നത്. സോ പേപ്പർ മാറുന്നതനുസരിച്ച് വേരിയേഷൻ വരാറുണ്ട്. നോർമലി നമ്മൾ പറയുന്നത് 70% ടേം ആൻഡ് എക്സാമിനേഷനും 30% അസൈൻമെന്റിനുമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ക്ലിയർ ആയല്ലോ. നിങ്ങൾ ഫസ്റ്റ് സെമ്മിലെ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ ബ്ലോക്സ് ഏതൊക്കെയാണ്, അതൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾ എല്ലാവരും ലേൺ വൈസിന്റെ ആക്സസ് ഒക്കെ കിട്ടിക്കാണും. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാം, എങ്ങനെയൊക്കെ നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് പോവാം, അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് റിസോഴ്സ് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, അതിന്റെ ഡിസ്കഷനാണ് വരാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഞാൻ ദുർഗ മാമിനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഈ സെഷൻ മാമിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ മാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അസൈൻമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ 1 ഇയറിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായി. എല്ലാം മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനിയിപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു ആയിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇനി ഇവിടെ പറയാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ ഈ പറയുന്ന നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്ജക്റ്റിനെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മെറ്റീരിയൽസ് ആയിട്ടുള്ള SLM, അതായത് നമ്മുടെ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അതുപോലെ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ സെയിം കോപ്പി നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ലെക്ചർ നോട്ട്സുകളാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. അതുപോലെ നമുക്ക് റെക്കോർഡഡ് ലെക്ചർ ക്ലാസ്സസും നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഈ പറയുന്ന റെക്കോർഡഡ് ലെക്ചർ ക്ലാസ്സസും അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇഗ്നോയുടെ SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ടും റെഫർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം. ഇനി ചില കൺസെപ്റ്റുകൾ നമുക്ക് അല്ലെങ്കിൽ ഇപ്പം പറയുന്ന ചില ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ടഫ് ടോപ്പിക്കുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സാം പീഡിയ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ എക്സാംസിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാം ഫോക്കസ് ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് എക്സാം പീഡിയയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത്. സോ നമുക്ക് അത്യാവശ്യം ബിസി ലൈഫ് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ലേണർ ആണ്, എങ്ങനെ നമുക്കിത് കവർ ചെയ്തെടുക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ലെക്ചർ ക്ലാസ്സസ് അല്ലെങ്കിൽ ഈ പറയുന്ന റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ 1.25x ഇട്ടിട്ട്, അതായത് അത്യാവശ്യം ഒരു ചെറിയൊരു സ്പീഡിൽ നമ്മൾ ഇട്ട് മാക്സിമം
മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹെൽപ്പ് ബുക്ക് സമ്മറി, അതായത് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സ്, ESG പോലുള്ള നമുക്ക് ഒരുപാട് PDF നോട്ട്സുകൾ അവൈലബിൾ ആണ്. സോ അതെല്ലാം എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, റെഫർ ചെയ്യാനായിട്ട്. അതോടൊപ്പം റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ഒപ്പം തന്നെ അതുകൂടി റെഫർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് എക്സാംസ് അടുക്കുന്ന സമയത്ത് നമുക്കൊരു എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് എക്സാംപീഡിയ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്താണ് PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അതായത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഏറ്റവും കൂടുതലും ഫ്രീക്വന്റ്ലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരു എക്സാംപീഡിയ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ ആപ്പിൽ. ഓരോ യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ഓരോ ലെസൺസ് വൈസ് നമുക്ക് എക്സാംപീഡിയ അവൈലബിൾ ആയിരിക്കും. സോ ഓരോ യൂണിറ്റിൽ നിന്ന് നമുക്ക് ടോപ്പ് 10 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലൊരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ടഫ് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതിന്, അതായത് ഡയഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെക്കോർഡഡ് ലെക്ചർ ക്ലാസ്സസ് സ്ലോലി നമ്മൾ നല്ല രീതിയിൽ റെഫർ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ എക്സാംപീഡിയ പോലുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം നമ്മൾ റെഫർ ചെയ്ത് പോവുകയും ചെയ്യണം. എങ്കിൽ നെക്സ്റ്റ് ടൂൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞ വാല്യൂ ആഡഡ് നോട്ട് അഥവാ ഹെൽപ്പ് ബുക്ക് എന്നുള്ളത്. ഇതിൽ നമുക്ക് എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലിയർലി എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഈ ഒരു വാല്യൂ ആഡഡ് നോട്ടിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മൾ ഇതും എന്താണ്, നമ്മൾ നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമുക്ക് ഈ പറയുന്ന വാല്യൂ ആഡഡ് നോട്ട് എന്നുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് എക്സാംപീഡിയ എന്നുള്ളതും. ഈ പറയുന്ന ഓരോ യൂണിറ്റ് വൈസിൽ നിന്നും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാംപീഡിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി ഷംഷീറ മാം ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു നിങ്ങൾക്ക് അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ അല്ലെ. അപ്പം ആ ഒരു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിന്റെ ആൻസേഴ്സ് നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് ആപ്പിൽ അതിന്റെ ഒരു ഗൈഡ് ബുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു ഗൈഡ് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു ഗൈഡ് ബുക്ക് ആയിട്ട് മാത്രം റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടി ഇൻവെൻഷൻസ് അതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഗൈഡ് ബുക്ക് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ക്ലിയർലി ഓരോ അസൈൻമെന്റ്സിന്റെയും ഓരോ സബ്ജക്ട്സിന്റെയും അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അവൈലബിൾ ആവാനായിട്ട്. അനദർ ടൂൾ എന്ന് പറയുന്നത് PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അതായത് നമുക്ക് എക്സാംസ് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാംസിന് ഒരു 1 വീക്ക് ബിഫോർ ഒക്കെ നമുക്ക് ഏകദേശം നമ്മുടെ സിലബസ് പ്രിപ്പറേഷന് ശേഷം നിങ്ങൾക്ക് എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്ത് അവൈലബിൾ ആയിരിക്കും, വീഡിയോ അവൈലബിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ ഡോക്യുമെന്റ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോ സബ്ജക്ട്സിൽ നിന്നും ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. എക്സാം ഇപ്പം ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാം ഫിയർ ഉണ്ടാവും അല്ലെ. അപ്പൊ അതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെന്റർ കെയർ ആണ്. ഇപ്പൊ വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ലൈവ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പ്രോപ്പർലി നമ്മൾ ആ ഒരു റെക്കോർഡഡ് സെഷൻസ് നമ്മൾ ഒരു ടൈം ടേബിൾ ബേസിസിൽ കവർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് സിലബസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം ഇപ്പം എസ്പെഷ്യലി നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ ആവും അല്ലെ. സോ നമ്മൾ ആ ഒരു ഫിയറും ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ എക്സാം സ്പെഷ്യൽ സെഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ നമ്മുടെ നിങ്ങളുടെ മെന്റലി ഇപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പം എഡ്യൂക്കേഷനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മെന്റലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഹാപ്പിനെസ് അംബാസിഡർ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കൊരു ഇവിടെ അല്ലെങ്കിൽ ഒരു കൗൺസിലർ അവൈലബിൾ ആണ്. നമുക്കറിയാം ഇപ്പം നമ്മളെല്ലാവരും ലേണേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും സ്റ്റുഡൻസ് അല്ല അല്ലെ. പല സിറ്റുവേഷൻസിൽ നിന്ന് വരുന്നവരാണ്. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ജോബ് വൈസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന ഒരുപാട് ലേണേഴ്സ് ഉണ്ടാവും. സോ നമ്മൾ പല കാര്യങ്ങളും ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു MSc മാത്സ് മാത്തമാറ്റിക്സ് എന്നുള്ള പ്രോഗ്രാമിൽ നിന്ന് നിങ്ങളെ പിൻവലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മെന്റൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്
ഹാപ്പിനെസ് അംബാസിഡർ എന്നുള്ളത്. അപ്പൊ അത് നിങ്ങളുടെ മെന്റർ വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സിനായിരിക്കും ആ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങളുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലാംഗ്വേജ് എന്നുള്ളത് അല്ലെ. എക്സാം എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ്, പലർക്കും ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് മേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് പറയാറുണ്ട് പല ലേണേഴ്സും. കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അഥവാ EEP എന്നുള്ളത്. അതിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് ഡേ ബൈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെഫർ ചെയ്ത് അതിന്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മളൊരു ഓഫ്ലൈൻ കോളേജ് ഫെസിലിറ്റി പോലെ തന്നെ നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വെർച്വലി കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ പോലും ഇപ്പം ഒരു ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഡേ, അങ്ങനെ പല ഇന്നലെ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ എല്ലാ സെലിബ്രേഷൻസും അല്ലെങ്കിൽ എല്ലാ ഇവന്റ്സും നമ്മൾ നല്ല രീതിയിൽ ഒരു ഓഫ്ലൈനിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അതിലുപരി നമ്മൾ നല്ല രീതിയിൽ എല്ലാവരും അല്ലെങ്കിൽ ലേൺ വൈസ് ടീം നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷന്റെ സെഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇനി നമുക്ക് ഈ ഒരു PGക്ക് ശേഷം എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് നമുക്ക് ഈ ഒരു ലേൺ വൈസ് ടീമിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ ഇനിയിപ്പം നമ്മുടെ ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പം ഇനി അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്തു പോകണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ വരുന്നുണ്ട്. അതായത് ഡെയിലി നിങ്ങൾ എത്ര പോർഷൻസ് കവർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏത് ടൈമിലാണ് നമ്മൾ പഠിക്കേണ്ടത്, എവിടെയാണ് നമ്മുടെ ഏത് സമയത്തായിരിക്കും നമ്മുടെ ലൈവ് സെഷൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു PDF ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ കൺസേൺഡ് മെന്റേഴ്സ്. ഇത് മെന്റർഷിപ്പ് ലേണേഴ്സിന് വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, അതായത് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സിനായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു ടൈം ടേബിൾ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് ഒക്കെ അതായത് പ്രിന്റ് എടുത്ത് നമ്മുടെ ഒരു സ്റ്റഡി ടേബിളിന്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്കത് ഡെയിലി കാണുന്ന സമയത്ത് അതൊരു എൻകറേജ് ആണ് അല്ലെ, നമുക്ക് ഇത്രയും കവർ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സോ നമുക്ക് ആ ഒരു ടൈം ടേബിൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് ഷെയർ ചെയ്യാനായിട്ട് ഷംഷീറ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള അക്കാദമിക് ടൈം ടേബിൾ ആണിത്. ഈ സെഷൻ കഴിയുന്നതോടെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ നമ്മൾ ഡെയിലി കവർ ചെയ്യുന്നത് ഒരു 2 ബ്ലോക്സ് അല്ലെങ്കിൽ 2 ടൈം സ്ലോട്ട് ആണ് നിങ്ങൾക്ക് തരുന്നത്. മോർണിംഗ് ഒരു സെഷൻ, ഈവനിങ് ഒരു സെഷൻ. നിങ്ങൾക്ക് ടൈം കാണാൻ പറ്റുന്നുണ്ടാവും. മോർണിംഗ് 10:30 AM to 7. ഓരോ ദിവസവും ഓരോ വീഡിയോസ് എന്നുള്ള കാൽക്കുലേഷനിലാണ് പോകുന്നത്. സോ കറക്റ്റ് നിങ്ങൾ ആ ഒരു ടൈം ഫോളോ ചെയ്യണമെന്നല്ല, പക്ഷെ മാക്സിമം ഡെയിലി ഇങ്ങനെ ഒരു 2 ടൈംസ് എങ്കിലും ഇങ്ങനെ കവർ ചെയ്യാൻ നോക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഇത് പറയുന്നത് നമുക്ക് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ടൈം ടേബിൾ ഉണ്ട് ഇതില്. സോ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്റ്റഡീസ് പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഫോളോ അപ്പ് ആണ്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പൊ 11th ഓഗസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ലീനിയർ ഓൾജിബ്രയാണ്. അപ്പൊ അതിൽ നമ്മൾ ബ്ലോക്ക് 1 ലെസൺ 1, നെക്സ്റ്റ് ലെസൺ 2 ബ്ലോക്ക് 1, അതുപോലെ ലെസൺ 3, അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ 1 വീക്ക് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്ലോക്ക് 1 കഴിയും. അതിനുശേഷം നമ്മൾ റിവിഷൻ സെഷൻ കണ്ടക്ട് ചെയ്യും. ഈ പറഞ്ഞ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമ്മൾ റിവിഷൻ സെഷൻ കണ്ടക്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ബ്ലോക്സ് എല്ലാം കവർ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കാം, അല്ലാതെ നമ്മൾ ലൈവ് സെഷൻ വെക്കുന്നതായിരിക്കും. സോ അതിലും ക്ലിയർ ചെയ്യാം. പേഴ്സണലി നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാം, അല്ലെങ്കിൽ ലൈവ് സെഷനിൽ നമുക്ക് കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലീനിയർ ആൾജിബ്രയാണ് ഫസ്റ്റ് നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ലൈവ് സെഷൻ വെക്കും. അതിനുശേഷം കോംപ്ലക്സ് അനാലിസിസ് കവർ ചെയ്യും. സോ ഇങ്ങനെ ഡെയിലി ഒരു 2 സ്റ്റഡി ടൈം അലോട്ട് ചെയ്തിട്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ഫോളോ ചെയ്യാം, അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അനുസരിച്ച് നിങ്ങൾ മാക്സിമം ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ നോക്കാം. സോ അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീക്കിലും ഇത്ര പോർഷൻസ് കവർ ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് റിവിഷനും ലൈവ് സെഷനിലൂടെ കിട്ടുന്നതാണ്. സോ എക്സാമിനെ സംബന്ധിച്ച് നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്കൊരു കംപ്ലീറ്റ് റിവിഷനും ഒരു മോഡൽ എക്സാമും കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, എന്താണ് നമ്മൾ അല്ലെങ്കിൽ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് നമ്മളിപ്പം നോക്കിയത്. അതിൽ 1-2 സബ്ജക്ട്സ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് നോക്കി ടൈം സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അതനുസരിച്ച് നിങ്ങളുടെ മെന്ററിനോട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, നമ്മുടെ ആക്ഷൻ ടാസ്ക് വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ സെഷൻസിൽ എല്ലാവരും
പ്രോപ്പർ ആയിട്ട് ആക്ഷൻ ടാസ്കുകൾ ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ഫോംസ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തിനാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ ടാസ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജേർണി കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മളത് മാക്സിമം ഓൺ ടൈമിൽ തന്നെ, ആ മെന്റർ പറയുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ സെഷൻ 1-ലായിക്കോട്ടെ, സെഷൻ 2-ലായിക്കോട്ടെ, സെഷൻ 3-ലായിക്കോട്ടെ, അതിന്റേതായിട്ടുള്ള കൺസേൺഡ് ഒരു ഗൂഗിൾ ഫോംസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് പറയുവാണെങ്കിൽ, ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൽ വരുന്ന കോഴ്സസിനെ കുറിച്ചും ബ്ലോഗ്സിനെ കുറിച്ചും യൂണിറ്റ്സിനെ കുറിച്ചും ഒക്കെ ഷംഷിറ മാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായി. ആൻഡ് ഓൾസോ നമ്മൾ അത് എങ്ങനെ കവർ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽപ്പിംഗ് ബുക്ക് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എക്സാം പീഡിയ, അസൈൻമെന്റ് ഗൈഡ്, PYQ, അൾട്ടിമേറ്റ് അനാലിസിസ്, മോഡൽ എക്സാം, ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുന്നതിനുള്ള ഒരു ടൈം ടേബിളും ഷംഷിറ മാം ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇത് അഗൈൻ ഒരു റിമൈൻഡർ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് സെഷനിൽ, നമ്മുടെ ഇനോഗ്രേഷൻ സെഷനിൽ നിങ്ങൾക്ക് ന്യൂ ഹൊറിസോൺ ലേണർ പ്രൊഫൈൽ എന്നുള്ള ഒരു ഗൂഗിൾ ഫോം നിങ്ങളുടെ മെന്റേഴ്സ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. സോ നിങ്ങളിത് ആദ്യം തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മുടെ ആ ഒരു സെഷനിലും, അതുപോലെ തന്നെ നിങ്ങളുടെ കൺസേൺഡ് മെന്റേഴ്സ് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും. സോ ഇത് ആരെങ്കിലും ഇനി ഫില്ല് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇത് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ഒരു ഇനി ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ഗൈഡൻസിന് നിങ്ങൾക്ക് ഈ ഒരു ഫോം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആരെങ്കിലും അത് ഫില്ല് ചെയ്യാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു ഫോർ യുവർ എനർജി, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മുടെ ന്യൂ ഹൊറിസോൺ പ്രൊഫൈല് തീർച്ചയായിട്ടും ഫില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് അടുത്ത സെഷനിൽ കാണാവുന്നതാണ്. താങ്ക് യു ഫോർ ജോയിനിങ്.